ഹലോ, ഒരു മരുഭൂമിയെ പച്ചപ്പണിയിക്കാൻ, അതും കടലിലെ ഉപ്പുവെള്ളം വെച്ച്? കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമല്ലേ? പക്ഷേ അങ്ങനെയൊരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. കടൽ വെള്ളം വെച്ച് ഒരു മരുഭൂമിയെ പൂന്തോട്ടമാക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നടക്കുന്ന കാര്യമല്ലെന്ന് തോന്നും, അല്ലേ? കാരണം നമുക്കറിയാം, കടലിലെ ഉപ്പുവെള്ളം കൃഷിക്കൊക്കെ വിഷമാണ്, കുടിക്കാനും പറ്റില്ല. എന്നിട്ടും ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇസ്രയേൽ ഒരു വലിയ ദൗത്യം തന്നെ ഏറ്റെടുത്തത്. ഈയൊരു മാറ്റം കണ്ടോ? എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കിക്കേ. ഒരു കാലത്ത് ഉണങ്ങി വരണ്ട് ഒരു ജീവനുമില്ലാതെ കിടന്ന അതേ നെഗേവ് മരുഭൂമി ഇന്നിപ്പോ പച്ചപ്പുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈയൊരു അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോ ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോവാം. ഈ വലിയ പ്രോജക്റ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നെഗേവ് മരുഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? അതറിയുമ്പോഴാണ് ശരിക്കുള്ള വെല്ലുവിളി നമുക്ക് മനസ്സിലാവുക. അവിടെ ജീവിക്കുക എന്നത് തന്നെ വലിയൊരു കഷ്ടപ്പാടായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിൽ, കുടിക്കാൻ വെള്ളമില്ല, കൃഷി ചെയ്യാനും പറ്റില്ല. പിന്നെന്തു ചെയ്യും? ആളുകൾ പതിയെ ആ നാടുപേക്ഷിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു നാടിന്റെ ഭാവി തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ. അവിടുത്തെ ചൂട് എത്രയാണെന്ന് കേൾക്കണോ? 45-50 ഡിഗ്രി സെൽഷ്യസ് വരെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും ചുട്ടുപൊള്ളുന്നൊരിടത്താണ് ഈ കാണുന്ന അത്ഭുതങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, പരിഹാരം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, മെഡിറ്ററേനിയൻ കടൽ. പക്ഷെ അതൊരു നോക്കുകുത്തി പോലെയായിരുന്നു. കൺമുന്നിൽ വെള്ളം കാണാം, പക്ഷേ എടുത്തുപയോഗിക്കാൻ പറ്റില്ല. കാരണം ഉപ്പുവെള്ളം കൃഷിയെ നശിപ്പിക്കും, അല്ലേ? അപ്പോൾ ഇവിടെയാണ് മനുഷ്യന്റെ ബുദ്ധിയും നിശ്ചയദാർഢ്യവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അവരൊരു തീരുമാനമെടുത്തു. ആ കടലിലെ വെള്ളം മരുഭൂമിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിനായി അവരൊരു കൃത്രിമ നദി തന്നെ പണിയാൻ തീരുമാനിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, മണലിലൂടെ ഒഴുകുന്ന ഒരു നദി. ഇനി ഇതിന്റെ ചെലവ് എത്രയാണെന്നറിയാമോ? ഏകദേശം $3 ബില്യൺ. അത്ഭുതം തോന്നുന്നില്ലേ? ഇതൊരു ചെറിയ പൈസയല്ല. ഒരു നാടിന്റെ ഭാവിക്ക് വേണ്ടി എത്രത്തോളം വലിയൊരു റിസ്ക്കാണ് അവരെടുത്തതെന്ന് ഈ തുക കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ നദിയുടെ നീളം എത്രയാണെന്നോ? ഏകദേശം 250 മൈൽ. അതായത് അത്രയും ദൂരം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ വെള്ളം കൊണ്ടുപോവുക. ആ ഒരു ദൗത്യത്തിന്റെ വലിപ്പമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈയൊരു ഭ്രാന്തൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി 1200-ലധികം ആളുകളാണ് ജോലി ചെയ്തത്. ആ കത്തുന്ന വെയിലത്ത് രാവും പകലും വ്യത്യാസമില്ലാതെയായിരുന്നു അവരുടെ അധ്വാനം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ മനുഷ്യരുടെ വിയർപ്പിന്റെ ഫലം കൂടിയാണ്. ഇതിന്റെ നിർമ്മാണ രീതി ശരിക്കും ഗംഭീരമായിരുന്നു. വെറുതെ അങ്ങ് കുഴിക്കുകയായിരുന്നില്ല. ആദ്യം സാറ്റലൈറ്റും റഡാറുമൊക്കെ വെച്ച് ഏറ്റവും ശരിയായ വഴി കണ്ടെത്തി. പിന്നെ ദിവസവും ടൺ കണക്കിന് മണൽ മാറ്റി. ആ മണൽ ഉറപ്പിച്ചു നിർത്താൻ റോളറുകളും വെള്ളവും ഉപയോഗിച്ചു. അതിനു മുകളിലൂടെ കോൺക്രീറ്റും, പിന്നെ വെള്ളം ഒട്ടും ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേക ഷീറ്റുകളും വിരിച്ചു. ഒടുവിൽ മണൽക്കാറ്റിൽ ഈ നദി മൂടിപ്പോകാതിരിക്കാൻ ചുറ്റും പുല്ലും മരങ്ങളും വെച്ച് പിടിപ്പിച്ചു. അതായത് പ്രകൃതിയെ ശരിക്കും പഠിച്ചിട്ട് അതിനെ മറികടക്കുകയായിരുന്നു അവർ. ഇനി ഇതിലെ എഞ്ചിനീയറിംഗിന്റെ ഒരു സൂക്ഷ്മത നോക്കിക്കേ. വെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകണമല്ലോ. അതിന് ഓരോ 100 അടി പോകുമ്പോഴും വെറും 1 ഇഞ്ച് മാത്രം താഴ്ച. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഈ കനാൽ പണിതത്. അവിശ്വസനീയമല്ലേ? അങ്ങനെ നദിയൊക്കെ റെഡി, വെള്ളം ഒഴുകാനും തുടങ്ങി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് ഉപ്പുവെള്ളമാണല്ലോ. അപ്പോൾ ഈ ഉപ്പുവെള്ളം എങ്ങനെയാണ് കുടിക്കാനും കൃഷി ചെയ്യാനും പറ്റുന്ന നല്ല വെള്ളമായി മാറുന്നത്? അവിടെയാണ് സയൻസിന്റെ ഒരു മാജിക് വരുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീസാലിനേഷൻ, അതായത് ഉപ്പ് നീക്കം ചെയ്യൽ. ആദ്യം കടലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കും. പിന്നെ അതിലെ അഴുക്കും പൊടിയുമൊക്കെ ഫിൽട്ടർ ചെയ്ത് മാറ്റും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, റിവേഴ്സ് ഓസ്മോസിസ്. ഇതുവഴി വെള്ളത്തിലെ ഉപ്പിന്റെ അംശം മുഴുവനായി മാറ്റും. പക്ഷെ അതുകൊണ്ടായില്ല, ശുദ്ധീകരിച്ച വെള്ളത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മിനറൽസൊക്കെ വീണ്ടും ചേർത്തിട്ടാണ് ഈ വെള്ളം കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും വിടുന്നത്. അപ്പോൾ ഇത്രയും വലിയ കഷ്ടപ്പാടിനും ഈ സയൻസിനുമൊക്കെ ഒരു ഫലം വേണ്ടേ? തീർച്ചയായും ഉണ്ടായി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നെഗേവ് മരുഭൂമി അക്ഷരാർത്ഥത്തിൽ മാറിപ്പോയി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലത്ത് ചുട്ടുപൊള്ളുന്ന മണലും മാത്രമുണ്ടായിരുന്ന ആ മണ്ണിൽ ഇന്ന് ഓറഞ്ച് തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഗോതമ്പ് പാടങ്ങളും തഴച്ചു വളരുന്നു. നാടുവിട്ടുപോയ ആളുകൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. അവിടെ വീണ്ടും ജീവിതം തളിർത്തു. അവിടെയുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ടോ? ഒരു കാലത്ത് സ്വർണം പോലെ മണൽ പരന്നു കിടന്നിരുന്നിടത്ത് ഇന്ന് നീണ്ടൊരു പച്ച നദി തിളങ്ങുന്നു. ആ പറഞ്ഞത് എത്ര ശരിയാണല്ലേ? ആ സ്വർണ്ണ നിറമുള്ള മണലിന് നടുവിലൂടെ ഒരു പച്ചരേഖ പോലെയാണ് ഇന്നീ പ്രദേശം കാണുന്നത്. അപ്പോൾ ഇതൊരു നദി പണിതതിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജിയുടെയോ മാത്രം കഥയല്ല. അതിനൊക്കെ അപ്പുറം മനുഷ്യൻ വിചാരിച്ചാൽ
എന്തു നടക്കും എന്നതിന്റെ ഒരു വലിയ പാഠം കൂടിയാണിത്. ഈ കഥ നമ്മളോട് പറയുന്ന പ്രധാന കാര്യമിതാണ്. എത്ര വലുതെന്ന് തോന്നുന്ന പ്രശ്നമാണെങ്കിലും കൃത്യമായൊരു കാഴ്ചപ്പാടും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നമുക്കതിനെ മറികടക്കാൻ പറ്റും. അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കാൻ മനുഷ്യന് കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ ഈയൊരു അനുഭവം നമുക്ക് മുന്നിൽ ഒരു ചോദ്യം വെക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ കഴിവുപയോഗിച്ച് നമ്മളിനി ഏതൊക്കെ അസാധ്യങ്ങളെയാണ് സാധ്യമാക്കാൻ പോകുന്നത്? മരുഭൂമിയെ മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും എന്തെല്ലാം നമുക്ക് ചെയ്യാനാവും? ഇതൊന്നാലോചിച്ച് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.